നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ നമുക്ക് സന്തോഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് മാത്രമായിട്ട് കിട്ടിയില്ലേ? കുറെ കഷ്ടകാലങ്ങളെല്ലാം പോയി കിട്ടിയില്ലേ? ഒരു കഷ്ടകാലങ്ങളും തീർന്നിട്ടില്ല കാർത്തേട്ട. എന്റെ മനസ്സിന് പേടിയാ. കഴിഞ്ഞു പോയതിനേക്കാൾ വലിയ വലിയ ആപത്തുകൾ വരാൻ പോകുന്നു എന്നുള്ള പേടി. ഇനി ഒന്നും വരാൻ പോകുന്നില്ല. ഈ പ്രായത്തിൽ തന്നെ എന്റെ മീനാക്ഷി എന്തെല്ലാം അനുഭവിച്ചു. അതിൽ കൂടുതലൊന്നും ഇനി വരാൻ പോകുന്നില്ല. എനിക്കാകെ നിരാശ തോന്നുക കാർത്തേട്ട. ഞാൻ പലരുടെയും കണ്ണിലെ കരട് തന്നെ. ഒക്കെ ഓരോരോ തോന്നലുകളാണ്. ഈ ലോകത്ത് ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും നീ എന്റെയാ, എന്റെ മാത്രം സ്വന്തമായ മീനാക്ഷി. നിനക്കിപ്പോ ഉണ്ടായിരിക്കുന്ന ഈ മൂഡൗട്ട് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് അടച്ചു പൂട്ടിയിരുന്നിട്ട് അതാ മനസ്സിലേക്ക് ഇങ്ങനെ ഇരുട്ടും നെഗറ്റീവും ഒക്കെ കയറി വരുന്നത്. നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോ നിന്റെ ഈ സങ്കടങ്ങളെല്ലാം മാറും. എഴുന്നേക്ക. ഞാൻ വരുന്നില്ല കാർത്തേട്ട. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. വാ, എഴുന്നേക്ക്. കാർത്തേട്ട, എഴുന്നേക്കടോ. വേഗം റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ നമുക്ക് പുറത്തു പോവാം. വേഗം വാ. ശരി. എന്റെ വൈശാഖെ, നീ അതിന് വിഷമിക്കുന്നു വേണ്ട. നിനക്ക് കിട്ടിയതിന് നമുക്ക് 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാം. എടാ, ഞങ്ങളില്ലേ നിന്റെ കൂടെ? കേറാ വണ്ടിയില്. എങ്ങോട്ടാ കാർത്തേട്ട നമ്മളീ പോകുന്നേ? ഈ ഭൂമിയുടെ അറ്റം വരെ പോയാലോ? എന്താ? നമുക്ക് എവിടെയെങ്കിലും പോവാം മീനാക്ഷി. തന്റെ മൂഡൗട്ട് മാറണം. അപശകുനങ്ങളും ദുർനിമിത്തങ്ങളുമൊക്കെ അനവധി പ്രാവശ്യം കണ്ടിട്ടും ഇതുവരെ ഇതിനൊരു പ്രതിവിധി തേടാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് ക്ഷമിക്കണം സ്വാമി. അത് ഇതിനൊന്നും അമ്മ അറുത്തു മുറിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല തിരുമേനി. തീരുമാനമെടുക്കണം. കൊച്ചുമകന്റെ ഭാര്യയായി പോയി എന്ന് കരുതി തീരുമാനം വൈകരുത്. കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്കാ നീങ്ങുന്നത്. ആ സ്ത്രീ ഇരുട്ടാണ്. ഇരുട്ടിന്റെ ശക്തി പിശാച് എന്നൊക്കെ പറയാം. അപകടവും മരണവും അവളുടെ കൂടെ സഞ്ചരിക്കുകയാണ്. നിങ്ങളുടെ തറവാട്ടിൽ ഒരു ദുർമരണം നടന്നു കഴിഞ്ഞു. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ?
ശരിയാണ് സ്വാമി. ഇവളെയാണ് ഞാൻ ഈ ചെമ്പകമംഗലത്തിന്റെ നിധിയായി ഉടവാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. ആ ഉടവാള് നഷ്ടപ്പെട്ടതോടെയാണ് എന്റെ മകന്റെ ജീവനം നഷ്ടപ്പെട്ടത്. നിന്റെ അച്ഛനെ കൊന്നത് നീ തന്നെയാ. അനുഭവങ്ങൾ ഏറെയുണ്ടായിട്ടും പഠിക്കുന്നില്ല എന്നറിയുന്നത് വളരെ കഷ്ടമാണ്. കൊച്ചുമകനുമായിട്ടുള്ള അവളുടെ വിവാഹബന്ധം എത്രയും വേഗം പിരിക്കണം. അല്ലെങ്കിൽ ആ മരണവും നാം മുന്നിൽ കാണുന്നു. മീനാക്ഷി, എന്താടോ താൻ ഒന്നും മിണ്ടാതിരിക്കുന്നേ? താൻ എന്തെങ്കിലും പറയടോ. കാർത്തിയേട്ടൻ വണ്ടി ഓടിക്കല്ലേ? അതിനെന്താ? എനിക്കിങ്ങനെ എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കണമെങ്കിൽ താൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് ആ പഴയ മീനാക്ഷിയാണ് ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കളിച്ച് പുറകെ നടക്കുന്ന മീനാക്ഷി. എന്ത് സ്മാർട്ടായിരുന്നു. താൻ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വാടോ. മീനാക്ഷി, ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, സ്നേഹം തോന്നുന്നുണ്ട്. വെരി ഗുഡ്. അതെ, കൊടുക്കാൻ മാത്രമല്ല കിട്ടാനും കൂടിയുള്ളതാ സ്നേഹം. എന്റെ മീനാക്ഷി എന്നോട് എപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒരു ടെൻഷനും ഇല്ല. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് വിശ്വാസമായില്ല എന്ന് തോന്നുന്നു. വിശ്വാസമാണ് സ്വാമി. ഇതൊക്കെ കേട്ടിട്ട് ഞാനാകെ ഭയന്നിരിക്കുക. ഇതിന് മറ്റു പരിഹാരങ്ങളൊന്നുമില്ലേ സ്വാമികളെ? നമുക്ക് അർബുദം പോലെയുള്ള മഹാവ്യാധികൾ വന്നാൽ എന്താ ചെയ്യുക? ആ ഭാഗം മുറിച്ചു മാറ്റും, അല്ലെങ്കിൽ കരിച്ചു കളയും. അതുപോലെ മുറിച്ചു മാറ്റണം. പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? അപശകുനമായ മരുമകളെ പുറത്താക്കി തറവാട്ടിൽ ശുദ്ധികലശം ചെയ്യണം. ശുദ്ധികലശമെന്നൊക്കെ പറഞ്ഞ് വലിയ ചടങ്ങുകളൊന്നും വേണ്ട. ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് പുണ്യാഹം വാങ്ങി തളിച്ചാൽ മതിയാകും. എന്നിട്ട് കൊച്ചുമകന് ആചാരപ്രകാരം മറ്റൊരു വിവാഹം കഴിച്ചു കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.